കായംകുളം MSM സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി നിസാമുദ്ദീൻ സ്കൂളിൽ നിന്നും വീട്ടിലെത്തി പള്ളിയിൽ പോകുന്നെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ നിസാമുദ്ദീനെ പിന്നീട് കണ്ടിട്ടേയില്ല. അന്വേഷണത്തിനൊടുവിൽ അടുത്തുള്ള കുളത്തിൽ മർദ്ദനമേറ്റ പാടുകളുമായി നിസാമുദ്ദീന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം ചെറുതായിട്ട് ഒഴുകിയതായി കാണും. പുറത്ത് അടിയുടെ പാടാണ് കണ്ടത്. ടീഷർട്ടും പാൻറ്റും ആ കാട്ടിൽ ഒളിച്ചു വെച്ചിരുന്നു. അവൻ കുളത്തിലാണെങ്കിൽ വെച്ചാൽ വെള്ളമെന്ന് പറഞ്ഞതില്ല, മൊത്തം ചേറാണ് ആ കുളത്തിൽ. എന്ന് പറഞ്ഞ പയ്യനാണ് ഈ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ പയ്യനെ കൊണ്ട് ഇടിക്കുന്നത്. കായംകുളം MSM സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സ്കൂൾ തുറന്ന് 3ാമത്തെ ദിവസമാണ് സംഭവം. ഇവൻ ജൂൺ 5-ാം തീയതി പരിസ്ഥിതിന്റെ അന്ന് ഇവിടെ ഒരു ചെടിയും കൊണ്ടായിരുന്നു ഇവിടെ വന്നത്. ഉച്ചയ്ക്ക് ഇതേപോലെ സ്കൂളിൽ നിന്ന് കിട്ടിയതാ. ഒരു കൂട്ടുകാരൻ്റെ സൈക്കിളും മേടിച്ചുകൊണ്ടായിരുന്നു ഇവിടെ വന്നത്. ഒരു ചെടി കൊണ്ടു തന്നെൻ്റെ ഒരു മുളച്ചെടി. എന്നവന് ഞാൻ പറഞ്ഞു അത് ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് ഉച്ചയ്ക്ക് പഠിത്തമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോനിക്ക് എങ്ങനെ കിട്ടി. ഞാനൊരു ചെടി എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുവച്ച് എല്ലാം കഴിച്ച്. ഒരു പച്ച ഉടുപ്പും ഒരു പച്ച 3/4 ഒരു പച്ച ചെരുപ്പുമായിരുന്നു അന്നത്തെ ദിവസം ഇട്ടിരുന്നത്. അന്ന് ഭയങ്കര ധൃതിയിൽ 1:30-ക്ക് മുമ്പ് ആൾ ഇവിടുന്ന് ഇറങ്ങി. ഒരു 1:15 ആയപ്പോഴത്തേക്ക് ആൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു. സൈക്കിൾ ആരുടെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൂട്ടുകാരൻ്റെ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് പോയ ആളിനെ കറക്റ്റ് ഏത് ലോകത്തെൻ്റെ മോൻ നിന്നാലും 6 മണി കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ചേട്ടനും അനിയനും കൂടെ ഒരു കളിയുണ്ട് വീട്ടിൽ സന്ധ്യയ്ക്ക്. ആ കളി കാണാതെ വന്നപ്പം നിയാസിൻ്റെ അടുക്ക ചെന്ന് ഞാൻ ചോദിച്ചു എൻ്റെ മോനെ കണ്ടോ. ഇവൻ്റെ സൈക്കിളിൻ്റെ പുറകിൽ അവൻ പോകുന്നത് കണ്ടവരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇവനുമായിട്ട് കിഴക്കോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 1 മാസമായി കണ്ടിട്ടെന്ന് പറഞ്ഞു. ഈ നിയാസ് പറഞ്ഞ് 1 മാസമായി കണ്ടിട്ടെന്ന്. അപ്പം ഞാൻ ഓർത്ത് സത്യമായിരിക്കും, 1 മാസം ആയിരിക്കും. ഇനി പിണങ്ങി എങ്ങാണ് ഇരിക്കുന്നത്, പിള്ളേരെ അറിയത്തില്ല. ഈ ഫാരിസുമായിട്ട് ഒറ്റ സുഹൃത്താണ്. ഫാരിസുമായിട്ടാണ് എപ്പോഴും രാവിലും പകലും എല്ലാം അവൻ്റെ കൂടെ നടക്കുന്നത്. അങ്ങനെ അവൻ്റെ വീട്ടിൽ തിരക്കി ചെന്നപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ നനന്ന ഒരു വേഷത്തിൽ നിൽക്കുമായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ചെന്ന് ഉമ്മ പറഞ്ഞു മോനെ നിസാമിനെ കണ്ടോന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇനി പറഞ്ഞു വിട്ടു. പിന്നെ ഒന്നും കൂടെ ഉമ്മ പോയായിരുന്നു. ചെന്നപ്പോൾ ഫാരിസാണ് ഇങ്ങനെ മൂലയ്ക്ക് ഇങ്ങനെ ഒരു കൊച്ച് കയ്യിൽ കൊടുത്തോണ്ട് ഇങ്ങനെ കുഞ്ഞ് എന്നുവെച്ചാൽ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്. അത് പിന്നെ ഞാൻ പാൻറ്റൊക്കെ ഊരിട്ടൊട്ടിക്കാൻ അവൻ എളുപ്പം പാൻറ്റ് എടുത്തിട്ട് എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് ഫാരിസിനെയും വിളിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാനും അവനും വേറൊരു തട അനിയനുമായിട്ട് ഞാൻ ലോകം മൊത്തം സ്ഥലത്ത് വിട്ടോബ സ്കൂളിൽ MSM സ്കൂളിൻ്റെ സർവ്വ പരിസരത്ത് ഞാനും അവനും കൂടെ അന്വേഷിച്ചിട്ടെങ്ങും ഇവനെ കാണാൻ പറ്റില്ല. അന്നേരത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ ഫോൺ ചെയ്ത് വന്നോ എന്ന് തിരക്കുക. എങ്ങും ഒരു പിടിയില്ല. കാര്യം നല്ല ചാറ്റമഴയുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ മഴയെല്ലാം നനഞ്ഞ് പോകാനൊരു സ്ഥലമില്ല, എല്ലായിടവും പോയി. രാത്രി ഞങ്ങൾ ഒരുപാട് പേര് അന്വേഷിക്കാനായിട്ട് ബൈക്കിൽ പോയി, പല സ്ഥലത്തും പോയി. വലിയരിക്കലും പെരുമ്പള്ളിലും അരിപ്പാട് ഓച്ചറ കായംകുളം എല്ലാ സ്ഥലത്തും രാത്രി ചാരുമൂട് വരെ പോയി. രാത്രി ചാരുമൂട് പോയി, വലിയരിക്ക പോയി, കായംകുളം അരിപ്പാട് എല്ലാ സ്ഥലങ്ങളും രാത്രി ബൈക്കിൽ ഒരുപാട് പേര് ഇങ്ങനെ കറക്കം വരുന്നു. എന്നിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഈ ഫായർസ് എന്ന് പറഞ്ഞ ചെറുക്കൻ ഞങ്ങളുടെ കൂടെ രാത്രി തന്നെ ഉണ്ട്. ഈ ചെറുക്കൻ ഞങ്ങളോട് പറഞ്ഞ് ഇന്നതുപോലെ പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മറ്റേ സ്കൂളിലെ പിള്ളേരുമായിട്ട് പോകുന്നത് ഞാൻ കണ്ട്, വിട്ടോബാല സ്കൂളിലെ പിള്ളേരുമായിട്ട് പോകുന്നത് ഞാൻ കണ്ടെന്നാണ് ആ ചെറുക്കൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അന്ന് രാത്രി ഞങ്ങൾ ഈ ഊരം കാണിച്ച് കരിയളം പോലീസിൽ പരാതി കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ കരിയളം കുളങ്ങരയിലെ ഒരു പോലീസ് ഓഫീസർ, ഇപ്പോഴത്തെ ASI ആയിട്ടുള്ള സിയാദ്, എന്നെ ഫോണിൽ വിളിച്ചു. പത്തിയൂർ ക്ഷേത്രകുളത്തിൽ ഒരു ഡെഡ് ബോഡി കാണുന്നുണ്ട്, അത് നിങ്ങൾ അവിടെ പോയി സ്ഥിരീകരിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഞാനൊരു തേങ്ങ പൊങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. തേങ്ങ പൊങ്ങിക്കിടക്കുന്ന രൂപത്തിൽ കണ്ടുകൊണ്ട് ചെല്ലുമ്പോഴാണ് ഒരാളാണെന്ന് പറഞ്ഞു. വേറെ അടുത്തുള്ളൊരു പാർട്ടി പോയി നീന്തിപ്പോയി നോക്കിയാണെന്നെ പറഞ്ഞ് ഒരു കൊച്ചു പയ്യനാണ് എന്ന് പറഞ്ഞു. കായംകുളത്തുള്ളതാണെന്നും അയാൾ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കൂട്ടത്തിൽ വന്ന ഒരാൾ തന്നെ ഇറങ്ങി നീന്തി ചെന്ന് നോക്കുമ്പോൾ ഈ പയ്യനാണ്, നിസാമുദ്ദീനാണ്. മരിച്ചെന്ന് പറഞ്ഞപ്പോഴേ ആകെ ഒരു വല്ലാത്ത ടെൻഷനായി. അപ്പോൾ ബോഡി കാണുന്ന സാഹചര്യം ശരീരത്തിൽ അവിടങ്ങളിൽ
ചില മുറിവുകളുണ്ട്. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം ചെറുതായിട്ട് ഒഴുകിയതായി കാണുന്നു. പുറത്ത് പാടും, തലയ്ക്കും നെറ്റിക്കുമൊക്കെ പാടുള്ളത് കണ്ടത്. പുറത്ത് അടിയുടെ പാടാണ് കണ്ടത്. കരിനെലിച്ച് കിടക്കുന്ന 2-3 പാട് പുറത്ത് കരിനെലിച്ച് കിടക്കുന്നതായിട്ട് കണ്ട്. അപ്പോൾ തലയ്ക്ക് മുറിവുണ്ട്. എടുത്ത് കഴ വെക്കുന്നുണ്ടെങ്കിൽ 2 കണ്ണിൻ്റെ മേൽഭാഗത്തൂടി ഈ ഭാഗത്തുകൂടി ബ്ലഡ് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചെവി കൂടെയും ബ്ലഡ് ചാടുന്നുണ്ട്. 2 ചെവി കൂടെയും വരുന്നുണ്ട് ബ്ലഡ്. തുടർന്ന് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി തിരികെ വൈകിട്ട് വീട്ടിലെത്തിച്ച് കബറടക്കം നടത്തുകയാണ് ചെയ്തത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് നിസാം സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാൻ പോയതാണെന്നറിയുന്നത്. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ തുടക്കത്തിൽ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിലും പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ സംഭവങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. അടുത്തുള്ള പറമ്പിൽ നിസാമിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും ഒളിപ്പിച്ചു വച്ചതടക്കം. കുട്ടികളോട് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു, ഞങ്ങളുടെ കൂടെ വരികയും ചെയ്ത് ഞങ്ങൾ കുളത്തിൽ കുളിക്കുകയും ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. ഫാരിസിന്റെ വാപ്പായെ പിടിച്ച് പോലീസ് അടിച്ചപ്പോഴാണ് ഫാരിസ് സത്യം പറഞ്ഞത്. സംഭവം കഴിഞ്ഞ് 15-ൻ്റെ അന്ന് പോലീസ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നേണ്. അപ്പോൾ ഞാൻ സുഖമില്ലാണ്ട് കിടക്കണമായിരുന്നു. ആ സമയത്താണ് എന്നെ വിളിച്ച് തൊട്ട വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ച് എന്നെ കുറച്ച് മർദ്ദിക്കുകയൊക്കെ ചെയ്ത് അടിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടന്ന് നിലവിളിച്ച് അങ്ങോട്ട് സഹിയില്ലാണ്ടായപ്പോൾ അപ്പോൾ ഫാരിസിൻ്റെ മകൻ ഇത് കേട്ടപ്പോൾ അവൻ എന്താണെന്നുള്ള നടന്ന സത്യം പോലീസിനോട് പറയണേന്. ഞാൻ നിസാമും അംജിദ്, ഫാറൂഖ്, നിയാസ് ഞങ്ങൾ 5 പേരും കൂടെ കുളിക്കാൻ പോയത്. അപ്പം ഞാൻ കുളിക്കാൻ പോകാൻ തീരുമാനിച്ചതിൻ്റെ അന്നത്തെ ദിവസം ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയായപ്പോൾ സ്കൂളിൻ്റെ അങ്ങോട്ട് ചെന്ന്. അപ്പം ഇവർ നിസാമും അംജിദും ഫാറൂഖും നിയാസും സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഇറങ്ങിയപ്പം സ്കൂളിന് വെളി വന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് കുളിക്കാൻ പോയി. നിസാങ്ങളെല്ലാവരും കുളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ നിസാം നടുക്കോട്ട് നീന്തിപ്പോയി. അവിടെ എണീറ്റ് ചെന്നപ്പോഴത്തേനും അടിയിലേക്ക് മുങ്ങിപ്പോയി. പിന്നെ അത് കണ്ട് ഞങ്ങൾ പേടിച്ച് ഞങ്ങളെല്ലാവരും കരയിൽ കയറി അവൻ്റെ ഡ്രസ്സ് എടുത്ത് ആ കുളത്തിൻ്റെ സൈഡിൽ തന്നെ വെച്ച് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി രാത്രി അവൻ്റെ ഉമ്മ അന്വേഷിച്ച് വന്നപ്പം ഞാൻ പറഞ്ഞ് അവനെ കണ്ടില്ല, വേറെ ആരുടെ കൂടെ പോയെന്ന് പറഞ്ഞ്. പോലീസ് ഇവനെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഒളിപ്പിച്ച് വെച്ചത് എടുപ്പിച്ച് ഈ ഷർട്ടും പാൻറ്റും ആ കാട്ടിൽ ഒളിച്ചു വെച്ചിരുന്നു. കാട്ടിൽ നിന്ന് എടുത്തു കൊടുത്തു. യൂണിഫോം എടുക്കാൻ പോയപ്പോൾ അവൻ പുതിയതായിട്ട് എടുത്ത ഡ്രസ്സാണ് അത് കൊണ്ട് ഞാൻ പറഞ്ഞത് അവനിട്ടോണ്ട് അത് ഇട്ടുള്ളൂ, അവനതുകൊണ്ട് പോയത്. ചെരുപ്പ് അതിൻ്റെ വടക്കുവശം ഒരു കണ്ടത്തിലെടുത്തെറിഞ്ഞിരുന്നു. അത് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വേറെ ഗെയിം ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ എടുത്തു കൊടുത്തത്. നിസാമിനെ കാണാതായ സമയം മുതൽ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലും ഈ കുട്ടികൾ കൂടെയുണ്ടായിരുന്നു. പക്ഷേ കുളത്തിൽ വെച്ചുണ്ടായ സംഭവത്തെപ്പറ്റി ഇവർ ആരും തന്നെ മിണ്ടിയില്ല. അന്വേഷണത്തിന് 15 ദിവസം വരെയും ഈ കുട്ടികളടുത്തൊക്കെ ചോദിച്ചിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളുമായിട്ട് കയറുവാണ്, ഞങ്ങളുമായിട്ട് കയറിച്ച് 1 മാസം കൊണ്ട് ഞങ്ങളുമായിട്ട് മിണ്ടത്തുമില്ല കാണത്തുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. അവരുമായിട്ടാണ് ഇവൻ കൂട്ടുകാർ. ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഇവർ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിസാമും മറ്റൊരു സുഹൃത്തും തമ്മിലുണ്ടായ ഒരു വഴക്ക്. ആ വഴക്കിന്റെ പേരിലും പിന്നീട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നവർ നിസാമിനെ വെല്ലുവിളിച്ചതായും പറയുന്നു. ഇനിയൊരു പക്ഷേ ആ വെല്ലുവിളിയുടെ തുടർക്കഥയായിരുന്നോ ഈ മരണം? നാഷണൽ ഹൈവേ വെച്ച് ഒരു പയ്യൻ ബൈക്ക് കൊണ്ടുവന്നിടിച്ച്. മുനീർ എന്ന് പറഞ്ഞ പയ്യനാണ് ഈ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ പയ്യനെ കൊണ്ട് ഇടിക്കുന്നത്. ഇവരുമായിട്ടൊരു ഞങ്ങളുടെ അതിൽ വഴക്കുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. അതാണ് മുന്നിൽ നിൽക്കുന്നത്. ആ ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ അതിന് പ്രതികാരം കാണിച്ചു കൊടുക്കാവുന്നൊരു വാക്ക് ഇവർ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മുനീറും പറഞ്ഞു, മുനീറിൻ്റെ തന്ത നാസറും പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികളോടൊപ്പമാണ് നിസാം കുളത്തിൽ പോയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കൂട്ടത്തിലൊരാൾക്ക് അപകടം പറ്റിയാൽ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ അടുത്തുള്ളവരെ അറിയിക്കുകയോ ചെയ്യാതെ ആ സംഭവം നിങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? ആ സമയത്ത് പേടിച്ചുപോയി. എന്തെങ്കിലും ഇതാവുന്ന പേടിച്ച് നിങ്ങൾ കരയിൽ കയറി. അതുപോലെ ഇവന്മാരെ ബഹളം വെച്ചായിരുന്നെങ്കിൽ അവിടെ ഒരു ഇതുണ്ട് തട്ട്, അവിടെ
മുഴുവൻ ആൾക്കാരാണ്. മാരൊന്ന് നരകം വെച്ചായിരുന്നെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് വന്ന് രക്ഷപ്പെടുത്തായിരുന്നു. മാരൊന്നും പറയാതെ ഡ്രസ്സൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഉമ്മാരിന് പോവുകയായിരുന്നു. പായസം എന്ന് പറഞ്ഞ ചെറുക്കൻ ഇച്ചിരി മുതിർന്നതാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തലയെടുക്കമുള്ള ചെറുക്കൻ ഇത് പായസം എന്ന് പറഞ്ഞ ചെറുക്കനാണ്. ഇവൻ ഒരുപാട് മറച്ചു വെക്കുന്നുണ്ട്. എന്തുവാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാതെ നിന്നിട്ടുണ്ട്. അവന് വല്ലതും പൈസ കൊടുത്ത് ജയിച്ചാണോ എന്നറിയാനൊക്കത്തില്ല. പക്ഷേ ഈ ഫാരിസ് മാത്രമാണ് ഇവൻ്റെ ഒറ്റ സുഹൃത്തും. ഇവനെ ഇത്രയുമേ കാര്യം ഇവൻ മരിക്കുന്നതിന് തലേന്ന് ഇവർ പോയി. പിറ്റേന്ന് രാവിലെ 6 മണി, കറക്റ്റ് 6 മണി, രാവിലെ 6 മണിയായപ്പോൾ ഇവൻ ഞങ്ങളുടെ വീടിൻ്റെ നേര് വടക്കേ വന്ന് ചോദിച്ചു, താൻ നിസാമ വന്നോന്ന് ചോദിച്ചു. ആ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഭയങ്കര കരച്ചിൽ, അവനെ കണ്ടില്ല എന്ന്, അവൻ വന്നില്ലെന്ന് പറഞ്ഞു. 3 മണിയായപ്പോഴെങ്ങാണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 3 മണി കഴിഞ്ഞ് പഠിക്കാൻ പോയവരുണ്ട്, കളിക്കാൻ പോയവരുണ്ട്. അത് കഴിഞ്ഞ് വന്ന് അത് ഈ ഉമ്മ ചെല്ലുന്ന സമയത്ത് ഫാരിസ് എവിടെയോ കളിച്ചിട്ട് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു അന്ന്. കള്ളം നിലനിൽക്കത്തില്ല. സത്യത്തിൽ ഞാൻ ഇത്രയും വിഷമപ്പെടുന്ന സങ്കടത്തോടെ എൻ്റെ മോൻ്റെ ഒരു മരണം അറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ഇന്നല്ലേ നാളെ അതിനകത്ത് നല്ലൊരു ഈമാൻ എനിക്ക് തന്നിരിക്കും. അല്ലാതെ അത് എന്ന് ഇവരുടെ അടുത്ത് ഞാൻ ചെല്ലേണ്ട കാര്യമില്ല. ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഹൃദയം പൊട്ടുക. ഈ പിള്ളേരെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാര്യം എന്താ, ഇത്രയും വളർന്നില്ലേ? ഇപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ മൂത്ത വിരയിൽ വളർന്നേനെ ഇവന്. ഇപ്പോൾ ആ തന്തയുടെ കോലം കണ്ട ആ മോൻ മരിച്ച അന്ന് ഞാൻ ഓർത്ത് ഈ തന്ത ഇനി എഴുന്നിട്ട് ആൾക്കാരുമായിട്ട് മിണ്ടത്തില്ലെന്ന്. അത്രയ്ക്ക് മാനസികപരമായിട്ടുള്ള തകർന്ന പുള്ളിക്കാരനത്. ശേഷം ടീം അന്വേഷിച്ച അസ്വാഭാവിക മരണങ്ങളെല്ലാം തന്നെ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ആത്മഹത്യയാണെന്ന് എഴുതിത്തള്ളുകയാണ് ഉദ്യോഗസ്ഥർ. കുളത്തിൽ നിന്ന് എടുത്ത് കര വെക്കുന്ന ഉടനെ നെറ്റിക്ക് മുറിവ്, ബ്ലഡ് ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും എല്ലാം ചാടുന്നുണ്ട്. പക്ഷേ അതിനെ തുടർന്ന് ഒരു അന്വേഷണങ്ങളും നടത്തിയിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി മുങ്ങുമരണമാണെന്നാണ് പറഞ്ഞതെങ്കിൽ തന്നെയും ഒരു റിപ്പോർട്ട് ഇതിനെ തുടർന്ന് ചെയ്തിട്ടേ ഇല്ല, അന്വേഷിച്ചിട്ടുമില്ല, ചോദ്യം ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ എന്തോ ഒരു കയ്യബദ്ധം പറ്റി പിള്ളേരുടെ ഭാഗത്തുനിന്ന്, അങ്ങനെ ഇവന്മാർ പേടിച്ചിട്ട് ഇട്ടിട്ട് പോയതായിരിക്കും എന്നാണ് എൻ്റെ ഇത്. ഇപ്പം നല്ലപോലെ നീന്തൽ അറിയാവുന്നതാണ്, നല്ലപോലെ നീന്തുമായിരുന്നു. മറ്റേ കടലിലൊക്കെ പോയി നീന്തുകയായിരുന്നു, അവിടെ വളർന്നത്. അപ്പം നീന്തലിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ വെള്ളമില്ലായിരുന്നു കുളത്തിൽ, മുട്ടിൻ്റെ അവിടം വരെ ഉള്ളായിരുന്നു വെള്ളം. ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോഴും വെള്ളമില്ലാത്തടത്ത് എങ്ങനെ മുങ്ങി മരിക്കാനാ. എടുത്തപ്പോഴത്തേക്ക് അവൻ്റെ തള്ളവിരലിൻ്റെ അവിടുന്ന് ശകലം ചെളി കണ്ടത്, വേറെ എങ്ങും ഇല്ലായിരുന്നു. കുഞ്ഞു പിന്നെ അന്ന് ആ കുളത്തിലാണെങ്കിൽ വെച്ചാൽ വെള്ളമെന്ന് പറഞ്ഞതില്ല, മൊത്തം ചേറാണ് ആ കുളത്തിൽ, പത്തിയൂർ കുളത്തിലെന്ന് പറയുന്നത്. കുഞ്ഞ് ചേറിനകത്ത് പൂന്തിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഒരു കാരണവശാലും പൊങ്ങി വരത്തില്ല ചേറിനകത്തുനിന്ന്. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ പൊങ്ങി വരത്തുള്ളൂ. ഇത് മേളിൽ തന്നെ കമന്ന് കിടന്നത്. പോലീസുകാരുടെ അന്വേഷണത്തിൽ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 3 തവണ ഈ കുളത്തിൽ വരികയും ഇതിന് ശേഷം ഇതിനെക്കാട്ടിയും വളർന്ന ഒരു പയ്യൻ ആ കുളത്തിൽ വീണ് മരിച്ചു. 21 വയസ്സോളം പ്രായമുള്ള ഒരു പയ്യൻ ആ കുളത്തിൽ തന്നെ വീണ് മരിച്ചു. അതൊരു ആഴമേറിയ കുളമാണ്. അവിടെ നമ്മൾ ചെന്ന് കണ്ടാൽ മനസ്സിലാവും. അവിടെ അടുത്തൊന്നും ഈ താമസക്കാർ ഉണ്ടെങ്കിലും ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാതെ ഇവർ കുഞ്ഞുങ്ങളെ നിന്ന് കുളിക്കുമ്പോഴും അവരെല്ലാം കാണുന്നുണ്ട് ഇവർ കുളിക്കുന്നതും കുളിച്ചിട്ട് കയറി പോകുന്നതും. പക്ഷെ ഒരാൾ മിസ്സായ വിവരം ഇവർ പറഞ്ഞുമില്ല, അവരറിഞ്ഞതുമില്ല. 2.5 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ തൃപ്തരല്ലാത്തതുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ കുടുംബം. പോലീസിൻ്റെ അന്വേഷണം അന്ന് ഈ ലോക്കൽ പോലീസിനായിരുന്നു അന്വേഷണം. അത് കഴിഞ്ഞ് അപ്പം ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പം പുള്ളി പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന് കൊണ്ട് അന്വേഷിപ്പിക്കാം മിനിസ്റ്റർ പറഞ്ഞു. അങ്ങനെ മിനിസ്റ്റർ കൊടുത്തതിലേക്ക് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തായിരുന്നു. ആ കത്തിന് മറുപടി വന്നു, അന്വേഷണം തുടർന്ന് മുമ്പോട്ട് പോവുക എന്നും പറഞ്ഞു. പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് വന്നതെല്ലാം പിന്നെ അന്വേഷണത്തിൻ്റെ അകത്ത് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിനുശേഷം പല ദുരൂഹ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പോലീസിൻ്റെ കേസ് തൃപ്തികരമല്ലാതെ വന്നതിൻ്റെ പുറത്താണ് അവർ ആഭ്യന്തരമന്ത്രിയെ കാണുകയും ആ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അണ്ടറിലാണ് ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനിടയായതെന്ന് പറയുന്നത് നിസാമുദ്ദീൻ മരണപ്പെട്ടതിന് ശേഷം ഉള്ള 6 ദിവസക്കാലത്തിനിടയിലും ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ്
ഒരു സ്വാഭാവിക അന്വേഷണം പോലും നടത്താതിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇതിൻ്റെ അന്വേഷണം ദുരിതപ്പെടുത്തണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഞങ്ങൾക്ക് തൃപ്തികരമായിട്ട് ഒരു അന്വേഷണം കണ്ടുപിടിച്ച് ഇത് തൃപ്തിയായിട്ട് പൂർത്തീകരിച്ച് തരേണ്ടത് അവരെ ഏൽപ്പിച്ച ചുമതലയാണത്. അവർ വന്നിട്ട് പറയും ഞങ്ങൾ ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് ഒരൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല, കുഞ്ഞിനെ വേറുള്ള രീതിയിലാണ്. വെള്ളമകത്ത് ചെന്നതുകൊണ്ടുണ്ടായ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഒരാളെ വെള്ളത്തിൽ കൊണ്ടിട്ടാലും ഈ രീതിയിൽ തന്നെയല്ലേ സർ മരണം സംഭവിക്കുക? ഇതും ഒരു ആത്മഹത്യയായി നിസ്സാരവൽക്കരിച്ച് കാണരുത്. ജീവനോടെ കൊണ്ട് കുളത്തിലിട്ടാലും പിന്നെ ശ്വാസം മുട്ടുമ്പോൾ മുങ്ങി മരിക്കും, അങ്ങനെയാണ് അറിയുന്നത്. വേറെ ഏത് നിലയെ കൊണ്ടിട്ടാലും അല്ലെങ്കിൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർ കളിച്ചുകൊണ്ട് നിന്ന കൂട്ടത്തിൽ തന്നെ ഇവനെ പിടിച്ച് ആഴത്തോട്ട് തെള്ളിയിട്ടാലും ചേറ്റി പൂന്തിയാലും മുങ്ങി മരണം തന്നെ വരും. ഈ അടുത്ത സമയത്ത് ക്രൈംബ്രാഞ്ച് സിഐയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഇത് ഈ മരണപ്പെട്ട നിസാമുദ്ദീൻ്റെ തൊണ്ടയ്ക്ക് ഒരു ദ്രവം അവർ എക്സാമിനേഷന് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും കൂടെ വരാതെ ഇതിൻ്റെ മരണവിവരം യഥാർത്ഥ വിവരം കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന്. സത്യസത്യം എന്താണെന്ന് നമുക്കിത് അറിയണം. ഈ കൂടെ പോയ പിള്ളേരെ പിടിച്ചാൽ അറിയാൻ പറ്റും. ഈ നിയാസ്, പാരീസ്, അംജദ് സലീം, മുബാറക്ക് ഇവരെല്ലാം അവർ 5-6 കൂട്ടുകാരുണ്ട്. നമ്മളുടെ എല്ലാവരുടെ ആവശ്യം ഇതിൻ്റെ ഒരു അവ്യക്തത പുറത്തു വരികയും ഈ കുറ്റം ചെയ്യാത്ത കുഞ്ഞുങ്ങളെ നിരന്തരം വിളിച്ച് ക്രൂശിക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെടണമെന്നുള്ളതാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഈ 5 എണ്ണം പോയ കൂട്ടത്തിൽ 4 എണ്ണം ഇന്ന് കൂളായിട്ട് നടക്കുന്നു. പക്ഷെ എൻ്റെ ഒരെണ്ണത്തിന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു അന്വേഷണം അന്വേഷിച്ചെങ്കിൽ നമുക്ക് ഇത്രയും പ്രയാസമില്ല. ഈ സത്യം പുറത്തു വരണം. സമൂഹത്തിൽ ഇനിയും കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് പോലും ഇങ്ങനൊരു സംഭവം വരാതിരിക്കാൻ വേണ്ടി ഈ സത്യം പുറത്തു വരണമെന്ന് എനിക്ക് നല്ല വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. കുഞ്ഞു മുങ്ങിമരണമല്ല കുഞ്ഞിന്. ഭയങ്കര വിഷമമുണ്ട്. ഇത്രയും നാളും ഗോളൊക്കെ കളിച്ചിട്ട് ഒറ്റയടിക്ക് പോവാന്ന് പറഞ്ഞാൽ പോയി സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ മതി. മാതിരി സത്യം പറയുന്നുമില്ല. അതായത് നമ്മുടെ ഈ പ്രദേശത്തുള്ളവരുടെ ഒന്നടങ്ക ആവശ്യം ഇതിനെ തുടർന്ന് പ്രയാസത്തിലായ 3-4 കുടുംബങ്ങളുണ്ട്. ഈ കുട്ടിയുമായിട്ട് കളിക്കാൻ പോയ കുട്ടികളുടെ കുടുംബങ്ങൾ അവരിതേ തുടർന്ന് നിരന്തരം പോലീസ് അന്വേഷണത്തിലും പ്രശ്നത്തിലും ഈ കുഞ്ഞുങ്ങളെല്ലാം പഠിത്തത്തിൽ നിന്ന് പിന്നോക്കവും വളരെ പ്രയാസത്തിലുമാണ്. പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തി ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്ന് ഇതിൻ്റെ സത്യാവസ്ഥ ഈ നാട്ടുകാരെ ബോധിപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെയും അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കി അവരുടെ പഠിത്തത്തിലും ബാക്കിയുള്ള കാര്യത്തിലും ശ്രദ്ധിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ ഉള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇത് തുടർ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയണം. ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പോംവഴിയിലോട്ട് കാര്യങ്ങൾ പോവുക. ഞാൻ മരിച്ച ചെല്ലുന്നിടം വരെ എൻ്റെ കുഞ്ഞിൻ്റെ ദുഃഖം എനിക്ക് തീരത്തില്ല, അത് വേറൊരു സത്യം. പക്ഷേ ഈ മക്കളെ കാണും തോറും എൻ്റെ ഹൃദയം പൊട്ടുവാന്ന്. അവരെല്ലാം വലിയ വലിയ ആളായി, വലിയ വലിയ വിദ്യാഭ്യാസങ്ങളായി, അവർ +1-നായി ഓരോ പിള്ളേർ. പക്ഷേ എൻ്റെ കുഞ്ഞ് മാത്രം ഇതിനകത്ത് പോയല്ലോ എന്നാണ്. പക്ഷേ എനിക്ക് ആയുസില്ല ആയിരിക്കും, അത് വേറെ സത്യം. നാളെ വേറൊരു കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. അവന്മാരിപ്പം രക്ഷപ്പെട്ട് കഴിഞ്ഞു, ഒരു പേടിയുമില്ല ആരെയും അവന്മാർക്ക്. അപ്പോൾ സ്വപ്നത്തിലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണരുത്. അപ്പോൾ എനിക്ക് പറയുന്നത് പൊടിക്കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് കളിക്കുന്നതായിട്ട് എന്നെ കാണിച്ചിട്ടുണ്ട്. 14 വയസ്സുണ്ട്, ആള് വളർന്നു ഒന്നും എനിക്ക് തോന്നുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടുള്ള എപ്പോഴും ഇവന് നല്ല സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇവനങ്ങ് നല്ല ആരുടെ കൂടെയും ഉമ്മയെന്നും പറഞ്ഞുള്ള നടപ്പാണ്. കിടക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച്, എൻ്റെ കൂടെ ഇരിക്കുന്നത്, കഴിക്കുന്നത് എല്ലാം.
ഒരു മുങ്ങി മരണത്തിൻ്റെ കാരണം ഉണ്ടെങ്കിൽ അവൻ മരിച്ചോട്ടെ, എനിക്ക് അവൻ്റെ ആയുസ് പിടിക്കാൻ അവകാശമില്ല, അവൻ മരിച്ചോട്ടെ. പക്ഷേ ഒരു രക്ഷകർത്താക്കൾക്കും ഇനി ഒരബദ്ധം ഇതുപോലൊരു മക്കളിൽ നിന്നും ഒരിക്കലും വരരുത്. കാര്യം മക്കളെല്ലാം നമുക്ക് ഒരുപോലെ. പക്ഷേ ഈ 5 കുഞ്ഞുങ്ങൾ പോയ കൂട്ടത്തിൽ ഈ ഒരെണ്ണത്തിനെ അവിടെ ഇട്ടേച്ച് ഈ 4 എണ്ണം ഓടി വന്ന് അവൻ്റെ ഡ്രസ്സ് ഒളിപ്പിക്കാനും ബാക്കിയുള്ള ചെരുപ്പ് ഒളിപ്പിക്കാനും എല്ലാം അവർക്ക് ബുദ്ധി വന്നു. പക്ഷേ ഇവൻ വെള്ളത്തിൽ കിടക്കുന്നെന്ന് പറയാൻ അവർക്ക് ബുദ്ധി വന്നില്ലല്ലോ. അപ്പോൾ ഇവരിൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഇവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിട്ടായിരിക്കും ഇവർ മറച്ചു വെച്ചത്. നിങ്ങൾ മറച്ചു വയ്ക്കുന്ന സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. അറിയാവുന്ന സത്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയില്ല എങ്കിൽ